നമുക്ക് ഓരോ കഞ്ഞിവെള്ളം കാച്ചിയാലോ? നേരെ വിട്ടത് പുഞ്ചക്കൈയിലോട്ടാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ എവിടെയൊക്കെ മഴ. പുഞ്ചക്കരി ഷാപ്പ് നടിക്കാതെ പുഞ്ചക്കരിയിലോട്ട് അടിച്ച് 2 വയലിൻ്റെ നടുക്കെത്തി. അങ്ങനെ അന്തസ്സായിട്ട് ഞാൻ 2 സ്ഥലം വഴി തെറ്റിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീംസൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നേ ഉള്ളൂ. ഒരാൾ ഊബർ ഓടിക്കുന്നു, ഒരാൾ സ്വന്തം വണ്ടി വരുന്നു. എങ്ങനെയൊക്കെ 12:30 ആയപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. നമ്മൾ പുഞ്ചക്കരിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല വൈബായിരുന്നു. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ പച്ചപ്പും മരുതാപയും അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. നേരെ ചെന്ന് ഇടം പിടിക്കുക. ഒരു വലിയ റൂം പോലൊരു സെറ്റപ്പ് കിട്ടി. അവിടെ കയറി എല്ലാവരും അവരവരുടെ സീറ്റ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ചേട്ടൻ വന്ന് മെനു കാണിച്ചതേ ഉള്ളൂ. ആ ചേട്ടൻ അത്രയും ഓർമ്മയുള്ളൂ. എല്ലാവരുടെയും സന്തോഷം കണ്ടു തീർത്തിട്ടുണ്ട്. ആ കള്ള് കുടിക്കുന്നതിൻ്റെ ആനന്ദമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ്റെ നോട്ട് പാഡ് ഫുള്ള് ഞങ്ങൾ തികച്ചു കേട്ടോ. കള്ളിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നിന്ന് ഈ കള്ള് ആ കള്ളെന്നൊക്കെ എല്ലാവരും വിളിച്ചങ്ങ് പറയുമായിരുന്നു. ഞങ്ങളിതിൽ പ്രോ ആണ് ഗൈസ്, പ്രോ. പിന്നെ ആർക്കും ഒരു പക്ഷഭേദവും ഇല്ലാതെ ഞങ്ങളിങ്ങനെ ഒഴിച്ച് വെച്ച് അടി തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ലൈവ് ഫിഷ് ഉണ്ട് അവിടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫിഷ് അവർ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫിഷും അപ്പവും പൊറോട്ടയും കപ്പയും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡ് വന്നു. പിന്നെ ഫുഡ് കാലിയാക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആചാരം ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, പിന്നെ ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്നത്തെയും പോലെ മോനിശേഷിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വീതിച്ചു തരുന്നത്. എന്തോ അവർക്ക് ആ വൈബുണ്ട്, നമുക്ക് ആർക്കും ആ വൈബില്ല. ഞങ്ങളിങ്ങനെ ഫുഡ് വന്നാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യും എവിടെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനന്തവും മോനിശേഷിയും കൂടെ ആ ഒരു ദൗത്യം അവരപ്പോഴത്തേക്കും കല്ല് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നേ. ഞങ്ങൾ കഥയായി, പറച്ചിലായി, ട്രോളുകളായി എന്തൊക്കെ നടക്കാൻ പറ്റുമോ അവിടെയൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ഫുഡ് വയറ് നിറച്ച് കഴിച്ചേ. ഇത് കഴിഞ്ഞ് നമ്മൾ എവിടെ പോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചുറ്റും കറങ്ങാനൊക്കെ കുറച്ച് സ്പോട്ടുണ്ടേ. പിന്നെ അവിടെയൊക്കെ പോയി കറങ്ങി തിരി. എന്തായാലും ഞായറാഴ്ചയിൽ വീട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പുഞ്ചഗിരി കാണാൻ പോകണം. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം. എനിക്കറിയത്തില്ല, നല്ല ബ്യൂട്ടിഫുൾ, നല്ല പച്ചപ്പും ഹരിതാമയും. പിന്നെ സാരി കൊടുത്ത കുറേ ചേച്ചിമാരും അവർ ഫോട്ടോഷൂട്ടും. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളൊരു ഡാൻസൊക്കെ എടുത്തടാ. അത് പഠിക്കാൻ സീരിയസ്ലി ഈ 14 സെക്കൻഡ് ഡാൻസ് പഠിക്കാൻ ഞങ്ങളൊരു 10-25 മിനിറ്റ് ഓരോരുത്തരായിട്ട് എടുത്ത് കാണും. പിന്നെ ഞങ്ങൾ ഓരോ സ്പോട്ടിൽ പോയി ഫോട്ടോ എടുക്കലായി. ഓരോരുത്തരും ഓരോരോ പോസിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ രാകേഷ് പോസ്റ്റ് ആയിട്ടോ. അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഒരു പെൺകുട്ടി എത്ര ഫോട്ടോ എടുക്കും? അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്ന ഒരു ചായ അടിക്കാനാണ്. അപ്പോഴത്തേക്ക് ഈവനിങ് ആയ ചായ ബസ്റ്റാടാ. അങ്ങനെ അടുത്തുള്ളൊരു ചായക്കടയിലോട്ടുള്ള പോക്കാണ്. ചിലർക്ക് ചായ, ചിലർക്ക് സോഡ സർബത്ത്. എനിക്ക് എന്തായാലും ഒരു ചായ വേണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മളങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ക്യാമറ ആംഗിളൊന്നും അത്ര ശരിയാവത്തില്ല, ഞാനിതിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ചായ, ഒരു മുളക് ബജി ആക്രാന്തത്തോടാണെന്ന് തോന്നുന്നു, എനിക്കത് വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ത്രിബിൾസ് അടിച്ച് നേരെ രേഷ്മയുടെ വീട്ടിൽ പോയി. പിന്നെ അവിടെ ഉള്ള ക്ലിപ്പൊക്കെ എന്നെ മിസ്സായിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.